ഇടത്തോട്ടും നാം ഇങ്ങനെ മറിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് പിന്നെ എണീറ്റ് വരിക, അങ്ങാടി പോക ഭക്ഷണം വാങ്ങാൻ. അപ്പളാ മനസ്സിലാണത് നാണയം മാറി, നാട് മാറി, തലമുറകൾ മാറി, രാജാവ് മാറി, നൂറ്റാണ്ടുകൾ കഴിഞ്ഞു. അപ്പഴാ മനസ്സേ ഇതൊക്കെ എന്ത് കഥ, ഇതൊന്നും വിശ്വസിക്കാൻ പറ്റോ എന്ന് ചോദിച്ചാലോ? ഇസ്ലാമിൽ വിശ്വാസം അന്ധവിശ്വാസം വേർതിരിക്കുന്നത് നമ്മുടെ പരിമിതമായ ബുദ്ധിയിലല്ല. അല്ലാഹു തആല വഹയ പ്രകാരം ഒരു കാര്യം അറിയിച്ചാൽ സത്യമാണ്. മുഴുവത്തായിരിക്കും, കറാമത്തായിരിക്കും, അത് വ്യവസ്ഥകൾക്ക് അധീനമാണ്. അല്ലാഹു തആല നടപ്പാക്കിയതാണ്. എന്തിന്? അല്ലാഹുവിനെ പറ്റി പഠിപ്പിക്കാൻ, തൗഹീദ് പഠിപ്പിക്കാൻ, പടച്ചറബിനെ ബോധ്യപ്പെടുത്താൻ, ആ നബിയാണെന്ന് ബോധ്യപ്പെടുത്താൻ അല്ലാഹു നൽകിയ അലാമത്താണ്, അടയാളമാണ്. അത് സാമാന്യ ബുദ്ധിയിൽ അളക്കാൻ പറ്റില്ല. അത് വെച്ചിട്ട് അല്ലാഹുവിന് അഭൗതിക കഴിവുണ്ട് പറയാൻ പറ്റില്ല. അപ്പൊ മലക്ക് ജിന്നുകളെ പറ്റി അല്ലാഹു മുസ്ലിം എന്ത് പഠിപ്പിച്ചോ അതേ നമുക്ക് അറിയുള്ളൂ. ചില മലക്കുകളെ പേര് അല്ലാഹു പറഞ്ഞു, ചില മലക്കുകളെ പേര് ഹദീസിൽ വന്നു, അത് നമുക്കറിയാം. അതിന് അപ്പോഴത്തെ ഒരു പുതിയ മലക്കിന്റെ പേര് നമുക്ക് അറിയാൻ വഴിയുണ്ടോ? ഇല്ല. ജിന്നുകളെ പറ്റി അല്ലാഹു എന്ത് പറഞ്ഞു, റസൂൽ എന്ത് പറഞ്ഞു, അതേ നമുക്ക് അറിയുള്ളൂ. അതിനപ്പുറത്തെ ജിന്നുകളുമായി ഒരു ബന്ധമുണ്ടാക്കി ആ ജിന്നുകളെ പേര് മനസ്സിലാക്കി ആ ജിന്നുകളുടെ പ്രവർത്തനം മനസ്സിലാക്കി പോകാൻ വല്ല വഴിയുമുണ്ടോ? ഇല്ല. എല്ലാ മലക്കുകൾ മനുഷ്യന്മാരുടെ ഇടപഴകുന്നു, മനുഷ്യന്മാരെ സഹായിക്കുന്നു, വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിശ്വാസികളെ പല രംഗത്തും മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാകുന്നു. ഖുർആൻ കൊണ്ട് ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ്. ജിന്നുകൾ ഇടപെടുന്നു, ശൈത്താന്മാർ ഇടപെടുന്നു. അവർ മനുഷ്യന് വിശ്വാസം ഉണ്ടാക്കുന്നു, മനുഷ്യന്റെ ശരീരത്തിൽ പ്രവേശിച്ച് രോഗമുണ്ടാക്കുന്നു, മനുഷ്യന് പലതരത്തിലുള്ള പ്രയാസമുണ്ടാക്കുന്നു, സാഹിറിനെ സഹായിക്കുന്നു, ജ്യോത്സ്യന്മാരെ സഹായിക്കുന്നു, ആൾ ദൈവങ്ങളെ സഹായിക്കുന്നു. അങ്ങനെ മനുഷ്യൻ ശിർക്കിലേക്ക് കൊണ്ടുപോകാൻ, കുഫ്റിലേക്ക് കൊണ്ടുപോകാൻ ശൈത്താൻ ശ്രമിക്കുന്നു. ഇതുണ്ട് വിശ്വസിച്ച അന്ധവിശ്വാസമല്ല. എന്നാ അതിന്റെ മറവിൽ അന്ധവിശ്വാസം കുറെ ഉണ്ട്. കരിങ്കണ്ണ നോക്കു എഴുതിക്ക, എന്തിന് കണ്ണുകൾ എഴുക്കാതിക്കാൻ, അത് അന്ധവിശ്വാസം. അത് അന്ധവിശ്വാസമാണ്. കോലം കുത്തിവെക്കുക കൃഷിഭൂമിയിൽ അന്ധവിശ്വാസമാണ്. കറുപ്പ് നൂല് കെട്ടുക അന്ധവിശ്വാസമാണ്. കറുപ്പ് കുപ്പായം ധരിക്കുക ചെറിയ മക്കൾക്ക് അന്ധവിശ്വാസമാണ്. അതൊക്കെ വെച്ചാൽ ഈ ശർറ് ഒഴിവാകുന്നു. അല്ലാഹു മുസ്ലിം പഠിപ്പിച്ചിട്ടില്ല. പഠിപ്പിച്ചാലോ അത് ശരിയുമാണ്. അപ്പൊ ഏത് കാര്യത്തിലും അല്ലാഹു പറഞ്ഞൊരു കാര്യം, റസൂല് പറഞ്ഞൊരു കാര്യം, അത് അന്ധവിശ്വാസം എന്ന് പറയാൻ പാടില്ല. അപ്പൊ ജിന്ന് ബാധിക്കും ഖുർആൻ പറഞ്ഞ കാര്യമാണ്. അതിന്റെ മറവിൽ സമൂഹത്തിൽ ഒരുപാട് അന്ധവിശ്വാസം ഉണ്ട്. അതൊക്കെ ന്യായീകരിക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. ഇതൊക്കെ തള്ളാൻ വേണ്ടി അതും തള്ളണോ? അതും ശരിയല്ല. അതൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ അതപ്പൊ നല്ലത്, ഏറ്റവും സുഖതല്ലേ, അതൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ മതി. എന്നാ പിന്നെ പ്രശ്നമില്ലല്ലോ. എന്നാ പിന്നെ ജിന്നനല്ല പോലെ ഒരു പ്രശ്നമില്ല. ജിന്നനല്ല. ചില മനുഷ്യന്മാരെ പറയാ നമ്മൾ നിർഭയത്വം നഷ്ടപ്പെടൂലേ, ഇതൊക്കെ ഉണ്ട്. അവരെ മനുഷ്യന്മാർക്ക് പേടിയാകും, ബേജാറാകും. അപ്പൊ നിർഭയത്വം നഷ്ടപ്പെടും. അതുകൊണ്ട് അതൊക്കെ ഇല്ല എന്ന് പറയാൻ നല്ലത്. അപ്പൊ ഏറ്റവും നിർഭയത്വം യുക്തിവാദിത്തേക്ക അല്ലനില്ല, പിന്നെ ഒരു പേടിയില്ല. പഠിച്ചോന്നല്ല അല്ലല്ലാതെ പിന്നെ ഓനെന്താണ് എന്തും കാട്ട, എങ്ങനെയും ചെയ്യാം, എന്തും ജീവിക്കാം. ഓനെ പോലെ ഒരു നിർഭയത്വം പെടല്ല. ആ നിർഭയത്വമല്ല ഇസ്ലാം പറഞ്ഞ നിർഭയത്വം. അത് നിർഭയത്വമല്ല, അത് പൊട്ടപ്പോയത്വമാണ്, അത് താൽക്കാലികമാണ്. അതുകൊണ്ട് അത്തരം തെറ്റായ വിശ്വാസമല്ല സഹോദരങ്ങൾ നമ്മൾ പേരേണ്ടത്. അല്ലാഹും റസൂലും പഠിപ്പിച്ചെന്തോ അതാണ് ശരിയായ നിലപാട്. അതിൽ എന്തൊക്കെ ഉണ്ട് പറഞ്ഞോ അതൊക്കെ, എന്തൊക്കെ ഇല്ലാന്ന് പറഞ്ഞോ അതൊന്നുമില്ല. അതിൽ നമ്മളെ വക ആലോചിച്ചുണ്ടാക്കിയാൽ അതെങ്ങനെ ഇതിങ്ങനെ എന്ന് പറയാൻ പറ്റില്ല. അഭൗതികമായ കഴിവിന്റെ ഉടമ പടച്ച റബ്ബ് മാത്രം. അതുകൊണ്ട് അഭൗതികമായ തേട്ടങ്ങൾ പടച്ച റബ്ബിനോട് മാത്രം, അഭൗതികമായ പ്രതീക്ഷകൾ പടച്ച റബ്ബിൽ നിന്ന് മാത്രം, അഭൗതികമായ ഭയം പടച്ച റബ്ബിനോട് മാത്രം, അഭൗതികമായ സ്നേഹം പടച്ച റബ്ബിനോട് മാത്രം. അല്ലാഹു പറഞ്ഞു من دون الله أندادا يحبونهم كحب الله والذين آمنوا أشد حبا لله. സൂറത്തുൽ ബഖറയിൽ അല്ലാഹു പറയാണ്, ചില മനുഷ്യന്മാരുണ്ട്, അവര് പടച്ച റബ്ബിനെ പുറമെ ചില തുല്യന്മാരെ പങ്കുകാരെ സ്വീകരിക്കുന്നു. യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹ്, അല്ലാഹുവിനെ സ്നേഹിക്കും പോലെ ആ പങ്കുകാരെ സ്നേഹിക്കുന്നു. അത് പാടില്ല. വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, സത്യവിശ്വാസികൾ ഏറ്റവും കഠിനമായ സ്നേഹമുള്ളത് പടച്ച റബ്ബിനോടാണ്. ആ സ്നേഹം പടപ്പിലുണ്ടായാലോ ശിർക്കായി. അദൃശ്യമായ സ്നേഹം ഒരു പടപ്പിനെ സ്നേഹിച്ച ശിർക്കാണ്. മഹബ്ബത്ത് ഖൽബിയായ അമലാണ്. പ്രതീക്ഷ റജാ അല്ലാഹുവിനോട് മാത്രമാണ്. ഏതു പ്രതീക്ഷ? അഭൗതികമായ പ്രതീക്ഷ.
നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നു, നമുക്ക് തോന്നി നമ്മുടെ സുഹൃത്തുണ്ടല്ലോ, ഓനത്ത് പോയ തൽക്കാലം ഓൻ കടന്നു നടക്കൂല, ഒന്ന് പോയി നോക്കാം, അവിടെ ഒരു പ്രതീക്ഷ ഉണ്ട്. അവന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോ, ഗേറ്റ് തുറക്കുമ്പോ, ബെല്ലടിക്കുമ്പോ ഒരു പ്രതീക്ഷയുണ്ട്, അവൻ എന്നെ മടക്കൂല, പ്രയാസം പോലെ തൽക്കാലം ഉണ്ടെങ്കിൽ ഓടി തരും, ഇല്ലെങ്കിൽ വല്ല വഴി ഉണ്ടാക്കി തരും, ഒരു പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷ ശിർക്കാണോ? അല്ല, അത് ഭൗതികമായ പ്രതീക്ഷയാണ്, വ്യവസ്ഥയുടെ ഉള്ളിലുള്ള പ്രതീക്ഷയാണ്. അവന്റെ പണത്തിലാണ്, അവന്റെ ദാനത്തിലാണ്, അവന്റെ ആ നല്ല മനസ്സിലാണ് നമ്മുടെ പ്രതീക്ഷ. അത് വ്യവസ്ഥയുടെ ഉള്ളിലാണ്. ഡോക്ടറത്തിൽ പോകുമ്പോൾ പ്രതീക്ഷയുണ്ട്. രോഗിയായി ചെല്ലുമ്പോ, ഡോക്ടറത്തിൽ പോയി ടോക്കൺ എടുത്ത് കാത്തിരിക്കുമ്പോ, ഉള്ളിലേക്ക് കയറുമ്പോ ഒരു പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷ ശിർക്കാണോ? അല്ല. എന്നാൽ തങ്ങളെ വിട്ടു പോകുമ്പോൾ ഒരു പ്രതീക്ഷ ഉണ്ട്. തങ്ങളെ വീട്ടിൽ, ജോത്സന്റെ വീട്ടിൽ, പണിക്കരെ വീട്ടിൽ, കടക്കരെ വീട്ടിൽ, ബീവിയുടെ വീട്ടിൽ, ഹോജയുടെ വീട്ടിൽ, സിദ്ധന്റെ വീട്ടിലെല്ലാം ചെല്ലുമ്പോൾ ഒരു പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷ ശിർക്കാണ്. കാരണം എന്താ? വ്യവസ്ഥയുടെ ഉള്ളിലെ പ്രതീക്ഷയല്ല. ഡോക്ടർ തന്ന പ്രതീക്ഷ, ഡോക്ടർ എന്നെ പരിശോധിച്ച് എന്റെ രോഗം മനസ്സിലാക്കി, ഇന്നതാണ് പ്രശ്നം, ഇന്ന മരുന്ന് കഴിച്ചാൽ മതി പറയും. ഇല്ലെങ്കിലോ ഇത് കുറച്ച് പ്രശ്നങ്ങൾ, ഇവിടെ ഒന്നും കാര്യമില്ല, ഞാനൊരു എഴുത്ത് തരാം, ആ എഴുത്തും കൊണ്ട് ഇന്ന സ്ഥലത്ത് പോയിക്കോളി എന്ന് പറയും. അത് വ്യവസ്ഥയാണ്. തങ്ങളെടുത്ത് പോണെന്തിനാ? തങ്ങളൊന്ന് പറഞ്ഞാ മതി, തങ്ങളൊരു വാക്കിട്ടാ മതി, തങ്ങളൊന്നാണ് പറഞ്ഞാ മതി, ഒരു തടവിയാ മതി, അതോടെ ഒക്കെ മാറുന്ന പ്രതീക്ഷ. അത് വ്യവസ്ഥയല്ല. തടവിയ രോഗം മാറ്റാന്നുള്ളത് അത് ഒരു തങ്ങൾക്കില്ല. അത് നബിയുടെ പൊളിച്ചത്തായി, നബിയുടെ സവിശേഷതയായി സ്ഥിരപ്പെട്ടിട്ടുണ്ട് എന്നല്ലാതെ വേറൊരാൾക്ക് അങ്ങനത്തെ മൊഴിജത്തില്ലല്ലോ. ഒന്ന് പറഞ്ഞു കിട്ടിയാൽ മതി, മുമ്പിൽ പ്രാർത്ഥിച്ചാൽ മതി, ആയിക്കോട്ടെ, പ്രതീക്ഷയാണ്. അത് വിശ്വാസി ആരെ കൊണ്ടുമാകാം, വിശ്വാസിയെ ആരെ കൊണ്ടുമാകാം. അയാൾ ദുആ ചെയ്താൽ, ആ ദുആ അല്ലാഹു സ്വീകരിച്ചാൽ എനിക്ക് അല്ലാഹു തആല ശിഫ നൽകും എന്ന് പ്രതീക്ഷിക്കാം. നബി തങ്ങൾ രോഗിയെ ചെന്ന് കണ്ടു. നബി തങ്ങൾ എന്താ ചെയ്തത്? അല്ലാഹുമ്മ റബ്ബന്നാസ് അൽഹിബിൽ ബഅസ് ഇശ്ഫി അൻത ശാഫി ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുഗാദിറു സഖമൻ വലാ അലമാ. അല്ലാഹുവേ റബ്ബന്നാസ്, ജനങ്ങളുടെ രക്ഷിതാവേ, അൽഹിബിൽ ബഅസ്, ഈ രോഗം നീ ഇല്ലാതാക്കണേ. കണ്ടോ, ഈ രോഗം നീ ഇല്ലാതാക്കണേ. കാരണം എന്താ? ഇശ്ഫി, നീ ശിഫയാക്കണേ. അന്ത ശാഫി, നീയാണ് ശിഫ നൽകുന്നവൻ. ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക, നിന്റെ ശിഫയല്ലാതെ, നീ നൽകുന്ന ശമനമല്ലാതെ മറ്റൊരു ശമനമില്ല റബ്ബേ, ഒരു ശിഫ ഇല്ല റബ്ബേ. അതുകൊണ്ട് അല്ലാ, നീ ശിഫയാക്കണേ അല്ലാ. ആ പ്രതീക്ഷ അല്ലാഹുവിനോടാണ്. ഈ പ്രതീക്ഷയോ തങ്ങളെ പ്രതീക്ഷ, അതേ പ്രതീക്ഷ ഇവിടുന്ന് പ്രതീക്ഷിക്കുകയാണ്. തങ്ങളൊന്ന് പറഞ്ഞു കിട്ടിയാൽ, ഒരു വാക്ക് കിട്ടിയാൽ, ഒന്ന് നോക്കിയാൽ, ഒന്ന് തടവിയാൽ, ഒന്ന് തോണ്ടിയാൽ അതോടെ ഒക്കെ തീരും എന്നാണെങ്കിൽ ആ പ്രതീക്ഷ വ്യവസ്ഥകൾക്കപ്പുറമുള്ള പ്രതീക്ഷയാണ്, സിസ്റ്റങ്ങൾക്കപ്പുറമുള്ള പ്രതീക്ഷയാണ്, കാര്യകാല ബന്ധങ്ങൾക്ക് അതീതമായ പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷ റബ്ബിനോടെ പാടും. ശൈഖ് നമ്മളെ കാണുമെന്ന് വിശ്വസിച്ചാൽ ശിർക്കാണ്. ഈ സംസാരം മുഹീദ്ദീൻ ശൈഖ് ഇപ്പോൾ കേൾക്കുന്നുണ്ടാകും എന്ന് വിശ്വസിച്ചാൽ അത് ശിർക്കാണ്. എന്നാൽ ഈ മൈക്കിൽ ശബ്ദം കേൾക്കുന്നതൊക്കെ പല മനുഷ്യന്മാരും കേൾക്കുന്നെന്ന് വിശ്വസിച്ചാലോ അത് ശിർക്കല്ല, അത് വ്യവസ്ഥന്റെ ഉള്ളിലാണ്. മുഹീദ്ദീൻ ശൈഖ് ഇറാഖിലെ ബഗ്ദാദിലെ ഖബറിൽ കിടന്ന് ഈ സംസാരം കേൾക്കണമെങ്കിൽ ഈ മൈക്ക് അത് കാണിച്ചതല്ലോ. പിന്നെ എങ്ങനെ ശൈഖ് കേൾക്കാം? ശൈഖിന് അതൊക്കെ കേൾക്കാൻ പറ്റും. മൂപ്പര് മരിച്ചാലും, മൂപ്പരെ കണ്ണൊക്കെ ഇല്ലാതായാലും അവിടെ കിടന്നുകൊണ്ട് ഇത് കേൾക്കാൻ കഴിയുമെന്നാണെങ്കിൽ വ്യവസ്ഥകൾക്ക് അതീതമായ കേൾവി ശൈഖിനുണ്ട് എന്ന് വിശ്വസിച്ചു. എന്നാ ഈ സദസ്സിൽ മലക്കുണ്ടാകും, ആ മലക്ക് ഈ സംസാരം കേൾക്കുന്നുണ്ടാകും എന്ന് വിശ്വസിച്ചാൽ ശിർക്കാണോ? അല്ല. ഇവിടെ വല്ല ജിന്നുകളുണ്ടെങ്കിൽ ആ ജിന്നുകൾ ഈ സംസാരം കേൾക്കുന്നുണ്ടാകും എന്ന് വിശ്വസിച്ചാൽ ശിർക്കാണോ? അല്ല. എന്താ വ്യത്യാസം? അപ്പൊ ജിന്നിനെ കാണുന്നുണ്ടോ? ജിന്ന് അദൃശ്യല്ലേ, ജിന്ന് അഭൗതികല്ലേ? അപ്പൊ അഭൗതികമായ കാഴ്ച അല്ലാഹ്ക്കല്ലേ ഉള്ളൂ, അഭൗതികമായ കേൾവി അല്ലാഹ്ക്കല്ലേ ഉള്ളൂ. അപ്പൊ ജിന്ന് കേൾക്കും വിശ്വസിക്കാൻ പറ്റൂല, കാണാൻ വിശ്വസിക്കാൻ പറ്റൂല എന്ന് പറയോ? ഇല്ല. എന്നാൽ ലോകത്ത് എവിടെയെങ്കിലും ജിന്ന് ഇത് കേൾക്കും വിശ്വസിച്ചാലോ ശിർക്കായി. എന്നോ മരിച്ചുപോയ ജിന്ന് ഇത് കേൾക്കും വിശ്വസിച്ചാലോ ശിർക്കായി. ഇവിടെ ഹാജരായ ജിന്നുണ്ടെങ്കിൽ ആ ജിന്ന് കേൾക്കും വിശ്വസിച്ചാലോ അത് ശിർക്കല്ല. അവിടെയാണ് വ്യത്യാസം. സഹോദരങ്ങളെ, കാഴ്ച, കേൾവി തുടങ്ങി ഏത് വിശേഷണവും പടച്ച റബ്ബിനുള്ളത് വ്യവസ്ഥകൾക്ക് അതീതമാണ്. ആ വ്യവസ്ഥകൾക്ക് അതീതമായ ഒരു വിശേഷണം ഒരു മലക്കിനോ, ഒരു ജിന്നിനോ, ഒരു മനുഷ്യനോ, ഒരു നബിക്കോ, ഒരു വലിയനോ, ഒരു കല്ലിനോ, മരത്തിനോ, ഏത് പടപ്പിനും ഉണ്ടെന്ന് വിശ്വസിച്ചാൽ ആ വിശ്വാസത്തിൽ പങ്കുചേർക്കൽ വന്നു. തേടൊന്നും വേണ്ട. ആ വിശ്വാസത്തിൽ തേടിയാൽ ആ തേട്ടം ഇബാദത്താണ്.
ആ വിശ്വാസത്തിൽ ഭയപ്പെട്ടാൽ ആ ഭയം ഇബാദത്താണ്. ആ വിശ്വാസത്തിൽ സ്നേഹിച്ചാൽ ആ സ്നേഹം ഇബാദത്താണ്. ആ വിശ്വാസപ്രകാരം പ്രതീക്ഷിച്ചാൽ ആ പ്രതീക്ഷ ഇബാദത്താണ്. ഒരു പാമ്പിനെ കണ്ടാൽ നമ്മളൊക്കെ പേടിക്കും, ബേജാറാവും, വേഗം അവിടുന്ന് രക്ഷപ്പെടാൻ നോക്കും. ആ പേടി ശിർക്കാണോ? അല്ല. എന്നാ പാമ്പിനെ പൂജിക്കുന്ന പാമ്പിനെ കണ്ടാൽ ഓനൊരു പേടി ഉണ്ടാവും, ഓ വേഗം കൈ ഒപ്പിങ്ങനെ നിൽക്കും. ഇത് ശിർക്കാണോ? ശിർക്കാണ്. എന്താ വ്യത്യാസം? നമ്മളെ പേടി സിസ്റ്റത്തിനുള്ളിലാ. പാമ്പ് കൊത്തുമോ, വിഷം കയറുമോ, ഈ പേടിയാ. ഓന്റെ പേടിയോ ഇത് കോപിക്കുമോ? ഇതെങ്ങനെ കോപിക്കുമോ, അതിന് വല്ല ദോഷമുണ്ടാകുമോ, ഇതാ അവന്റെ പേടി. അത് അഭൗതികമായ വ്യവസ്ഥകൾക്ക് അതീതമായ വിഷയത്തിൽ ആ പാമ്പിന് ചെറുതാവും പേടിക്കല. ആ ഭയം ശിർക്കാണ്. മമ്പുറത്തൂടെ ബസ് പോകുമ്പോൾ മനുഷ്യന്മാര് കാണാ 5 ഉറുപ്പിക എറിയും ജാളത്തിന്റെ പെട്ടിക്ക്. ഇത് ഇബാദത്താണ്. അങ്ങനെ പുറത്തൊരു സാധുരിക്കുന്ന റോഡ് സൈഡിൽ വല്ലും തരണേ ബസ് 5 പോയിട്ടെടുത്തു, അതോ അത് അല്ലാഹുവിന്റെ ഇബാദത്താണ്. എന്താ വ്യത്യാസം ഉണ്ടായത്? ജാടത്തേക്ക് പണം അറിയുമ്പോ അവിടെ കിടക്കുന്ന തങ്ങള് ഇത് കാണും, ഇത് അറിയും, അയാൾ ഇത് സ്വീകരിക്കും. അങ്ങനെ ഇത് സ്വീകരിച്ചുകൊണ്ട് എന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് അയാൾ പരിഹാരം നൽകും. റബ്ബ് എന്നുള്ള പ്രതീക്ഷ തങ്ങളിലേക്ക് പോയി. ഈ സാധുവിന് 5 ഉറുപ്പിക എടുക്കുമ്പോഴോ അയാൾ എന്റെ പ്രശ്നം തീർക്കുന്ന വിശ്വാസമൊന്നുമില്ല. അയാൾ 5 ഉറുപ്പിക വരുമ്പോൾ പോയിട്ട് എന്തെങ്കിലും വാങ്ങി തിന്നാൽ അൽഹംദുലില്ലാഹ് ആശ്വസിക്കോട്ടെ, പഠിച്ചോ സദഖന്റെ കൂലി. അവിടെ ആ പ്രതീക്ഷ റബ്ബിലേക്കാണ്, മറ്റേ പ്രതീക്ഷ പിന്നുള്ളത്. എല്ലാ രംഗത്തും ഉണ്ട്. ഏത് രംഗത്തും ഒരു വിഗ്രഹത്തിന് മുമ്പിൽ കൈകൂപ്പി നിൽക്കുമ്പോൾ നമ്മൾ പറയുന്നത് ഇബാദത്താണ്, ആരാധനയാണ്, ശിർക്കാണ്. എന്നാൽ നമ്മൾ വിളിക്കാൻ പറ്റില്ല. ഒരുത്തൻ തട്ടിക്കൊണ്ടുപോയി തോക്ക് ചൂണ്ടി നിൽക്കുകയാണ്, ഇപ്പൊ വെക്കും, സുഹൃത്തെ ചെയ്യല്ല എന്ന് പറഞ്ഞാലോ ഇബാദത്തല്ല. അതൊരു അപേക്ഷയാണ്. ആ അപേക്ഷ പ്രാർത്ഥനയല്ല. മറ്റേ അപേക്ഷ പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയായ അഭൗതികമായ അദൃശ്യമായ ഏത് സഹായാത്രയും ഇബാദത്താണ്. അത് ജിന്നിലേക്ക് പോയാൽ ശിർക്ക്, മലക്കിലേക്ക് പോയാൽ ശിർക്ക്, ഇൻസിലേക്ക് പോയാൽ ശിർക്ക്, കല്ലിലേക്ക് പോയാൽ ശിർക്ക്, മണത്തിലേക്ക് പോയാൽ ശിർക്ക്, ജാലത്തിലേക്ക് പോയാൽ ശിർക്ക്, ഏത് പടപ്പിലേക്ക് പോയാലും ശിർക്ക്. അത് റബ്ബിലേക്ക് മാത്രമേ പോകാവൂ. അതല്ലാത്തതാണെങ്കിൽ മനുഷ്യനാണോ അനുവദനീയമാണ്, ജിന്നാണോ അനുവദനീയമല്ല. എന്താ വ്യത്യാസം? അല്ല, ജിന്നിനെ വിളിച്ച് വാർത്തിക്കാൻ ഒരു മുജാഹിദും പോകൂല. അങ്ങനെ ഒരാളും ജിന്നിനെ വിളിക്കാൻ പോകൂല. ജിന്നിനെ വിളിക്കുന്ന മുജാഹിദാവൂല. അവരുടെ സഹോദരങ്ങളെ, അടിസ്ഥാനം പഠിക്കണം. പടച്ച റബ്ബിനെ പറ്റി ഒരു അചഞ്ചലമായ വിശ്വാസം, എന്റെ ജീവിതത്തിൽ ഇടപെടാൻ റബ്ബിനെ കഴിയുമെന്ന ആ ബോധ്യം, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അവനെ കൊണ്ടല്ലാതെ യാതൊരു കഴിവുമില്ല, ഒരു ശക്തിയുമില്ല എന്ന ആ ഉറച്ച ബോധ്യം ഉണ്ടാകുമ്പോൾ ഹസ്ബിയല്ലാഹ്, എനിക്കല്ലാഹ് മതി. എന്ത് വന്നാലും ശരി, എന്തെല്ലാം പരീക്ഷണം, എന്തെല്ലാം പ്രയാസങ്ങൾ, ഏതെല്ലാം രൂപത്തിൽ വന്നാലും ശരി, ഹസ്ബിയല്ലാഹ്, എനിക്കല്ലാഹ് മതി. ഇബ്രാഹിം നബിയെ തീയിലേക്ക് തീരുമാനിച്ചു ആ സമൂഹം.